ഭക്തിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലായിട്ട് പഠിച്ചു. ഭക്തിയുടെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിനെ അലട്ടുന്ന രജോ ഗുണവും തമോ ഗുണവുമായിരിക്കുന്ന ചിന്തകളെ ഇല്ലാതാക്കാൻ ഭക്തി നമ്മെ സഹായിക്കുന്നു. ശ്രീമദ് ഭാഗവത പഠനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ വിനീത് നമ്പൂതിരി. പ്രഥമസ്കന്ധത്തിലെ 2-ാമത്തെ അധ്യായത്തിലെ 19-ാമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ശ്ലോകം നോക്കാം. തദാ രജസ്തമോ ഭാവാഃ കാമലോഭാദയശ്ച യേ ചേത ഏതൈരനാവിദ്ധം സ്ഥിതം സത്വേ പ്രസീതതി. ഒന്നുകൂടി ശ്ലോകം നോക്കാം. തദാ രജസ്തമോ ഭാവാഃ കാമലോഭാദയശ്ച യേ ചേത ഏതൈരനാവിദ്ധം സ്ഥിതം സത്വേ പ്രസീതതി. ഈ ശ്ലോകത്തിൻ്റെ അന്വയം നോക്കാം. തദാ രജസ്തമോ ഭാവാഃ കാമലോഭാദയ ച യേ ഏതൈഃ അനാവിദ്ധം ചേത സത്വേ സ്ഥിതം പ്രസീതതി. ഒന്നുകൂടി നോക്കാം. തദാ രജസ്തമോ ഭാവാഃ കാമലോഭാദയ ച യേ ഏതൈഃ അനാവിദ്ധം ചേത സത്വേ സ്ഥിതം പ്രസീതതി. ഈ ശ്ലോകത്തിൻ്റെ പദങ്ങളായിട്ട് നോക്കാം. തദാ രജഃ തമഃ ഭാവാഃ കാമ ലോഭ ആദയഃ ച യേ ചേതഃ ഏതൈഃ അനാവിദ്ധം സ്ഥിതം സത്വേ പ്രസീദതി. ഒന്നുകൂടി പദമായിട്ട് നോക്കാം. തദാ രജഃ തമഃ ഭാവാഃ കാമ ലോഭ ആദയഃ ച യേ ചേതഃ ഏതൈഃ അനാവിദ്ധം സ്ഥിതം സത്വേ പ്രസീദതി. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ പദങ്ങളുടെ അർത്ഥം നോക്കാം. തദാ അപ്പോൾ രജസ്തമോ ഭാവാഃ രജസും തമസും എന്ന ഗുണങ്ങൾ കാമലോഭാദയഃ കാമം ലോഭം തുടങ്ങിയവ യേ ഏവ ചേതഃ മനസ്സ് ഏതൈഃ ഇവയാൽ അനാവിദ്ധം സ്പർശിക്കപ്പെടാത്ത സ്ഥിതം നിലകൊള്ളുമ്പോൾ സത്വേ സത്വഗുണത്തിൽ പ്രസീദതി ശാന്തമാകുന്നു. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ സാരം നോക്കാം. മനസ്സിനെ അലട്ടുന്ന രജോ ഗുണവും തമോ ഗുണവും അതിനോടൊപ്പം കാമം ലോഭം തുടങ്ങിയ ദോഷങ്ങളും ക്രമേണ ശമിക്കുന്നു. അപ്പോൾ മനുഷ്യൻ്റെ ചേതസ് മനസ്സ് ഈ ദോഷങ്ങളാൽ ഇനിയും മലിനമാകാതെ സത്വഗുണത്തിൽ സ്ഥിരമായി സ്വാഭാവികമായി ശാന്തിയും പ്രസാദവും അനുഭവിക്കുന്നു. ആ ഭഗവാനോടുള്ള ഭക്തി ഉണ്ടെങ്കിൽ ഈ പറയുന്ന ദ്വന്ദ്ഭാവങ്ങൾ മനസ്സിനെ അലട്ടുന്ന രജോ ഗുണവും തമോ ഗുണവും അടങ്ങിയിരിക്കുന്ന കാമം ലോഭം തുടങ്ങിയ ദോഷങ്ങളെല്ലാം ഇല്ലാതാവുന്നു. ഭഗവത് ഭക്തി ഉണ്ടെങ്കിൽ മനസ്സ് എപ്പോഴും ഭഗവാനിൽ തന്നെ ഉറച്ച ഭക്തിയോടുകൂടി നിൽക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ക്ലേശങ്ങളൊന്നും തന്നെ നമ്മെ ബാധിക്കില്ല എന്ന് ഈ ശ്ലോകം നമുക്കായിട്ട് പറഞ്ഞു തരുന്നു. തുടർന്നുള്ള ശ്ലോകങ്ങളുമായിട്ട് നമുക്കടുത്ത വീഡിയോയിലായിട്ട് കാണാം. ഈ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണമെന്നും ഇത്തരം അറിവുകൾ മറ്റുള്ളവർക്കായിട്ട് ഭാഗവതമാകുന്ന അറിവുകൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മുമ്പത്തെ വീഡിയോകളെല്ലാം പ്ലേലിസ്റ്റായിട്ട് നമ്മുടെ ചാനലിലുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൽ കയറിയ എല്ലാ വീഡിയോകളും കാണാവുന്നതാണ്. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് പിന്നെ കാണാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.